ഹലോ, എല്ലാവർക്കും കുക്ക്ടെയിൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. എസ്പെഷ്യലി ഇത് തുടക്കക്കാർക്ക്, അതായത് ഈ ഫ്രോസ്റ്റിംഗ് ഫിനിഷിംഗ് ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ആണ് കേട്ടോ, ഡെക്കറേഷനാണ്. അപ്പോൾ ഞാൻ സ്പോഞ്ചിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പോഞ്ച് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വാനില സ്പോഞ്ചാണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസ് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ക്രീം പരട്ടിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് നമ്മൾ സോക്ക് ചെയ്യുന്നത് ചെറി സിറപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ചെറി സിറപ്പൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് കേക്കിലും അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ സിറപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പോയിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം അതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഫ്രോസ്റ്റിങ്ങിന് ജസ്റ്റ് മുൻപ് നമ്മുടെ കയ്യിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ കരുതി വെക്കുക കേട്ടോ, തുടയ്ക്കാനൊക്കെ. സാധാരണ നല്ല കഴുകി ഉണക്കിയ തുണിയായാലും മതി, പക്ഷെ അങ്ങനെ ആകുമ്പോൾ നന്നായി വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കൽ. ഇനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണല്ലോ. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാനാണ് എങ്കിൽ നമുക്കിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മിൽക്കി ബാർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി അതും ഇല്ല എങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതും ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വീട്ടിലുണ്ടാക്കാനാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുക്കേണ്ടി വരും. ഇനി നമ്മുടെ ചെറി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം എല്ലാ ബൈറ്റിലും കിട്ടുന്ന രീതിയിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. എപ്പോഴും ലെയേഴ്സിൽ ക്രീം ഇടുമ്പോൾ ലെവലാക്കി കൊടുക്കുക. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ലെവലല്ല എങ്കിൽ ഇങ്ങനെ പൊന്തിയും താഴ്ന്നു നിൽക്കും കേട്ടോ. അവസാനം കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഡോം ഷേപ്പിലായിരിക്കും നമ്മുടെ കേക്ക് ഉണ്ടാവുക. ആ സൈഡിലെ ക്രീമൊക്കെ കൈയോടെ തന്നെ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല വൃത്തിയിലുണ്ടാവും നമ്മുടെ കേക്ക് സൈഡൊക്കെ. അതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഓൾറെഡി നമ്മൾ സൈഡിൽ കൂടെ ചെയ്ത് വരികയാണെങ്കിൽ ക്രംസൊക്കെ സെറ്റായി, പിന്നെ രണ്ടാമത് അത് ക്രം കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ചെറീസ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ലെയർ വയ്ക്കാം. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ ഒരു രീതിയിൽ ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ടുള്ള സമയമില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഓവർനൈറ്റ് വെക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ആ നല്ല ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോകണം ഒരു അരമണിക്കൂർ. ഇതിപ്പോൾ ഫ്ലവർ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ ക്രീം നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് ക്രീമായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് ബാസ്ക്കറ്റ് വീവിങ് ആ ഒരു ഡിസൈനിൽ പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 2-3 ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോ കളറാണ്, ജെൽ കളറാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം. ബ്രൗൺ കളറോ അല്ലെങ്കിൽ വെള്ള തന്നെ ആയാലും മതി, എന്നാലും നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് മുകളിൽ നല്ല ഡാർക്ക് നല്ല ബ്രൈറ്റ് കളർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചെടുത്താൽ നല്ല രസമുണ്ടാവും. ഇതിപ്പോൾ ഞാൻ യെല്ലോ ചെയ്തു എന്നേ ഉള്ളൂ. ഇതുപോലത്തെ നോസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പാറ്റേൺ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ നോസിലില്ലെങ്കിലും സാധാരണ ചെറിയ സ്റ്റാർ നോസിലായാലും മതി കേട്ടോ, അതും നല്ല രസമുണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. ആദ്യം തന്നെ ഇതുപോലൊരു വര വരയ്ക്കാം. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഫസ്റ്റ് ഒരു ഇതുപോലെ ക്രോസ് ചെയ്തൊരു വര കൊടുക്കുക. അതിനുശേഷം വീണ്ടും നടുവിൽ ഒരെണ്ണം കൊടുക്കുക. ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ 3 വരയൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വരയൊക്കെ മതിയാവും. എന്നിട്ട് വീണ്ടും അടുത്ത എൻഡിങ് പോർഷനിൽ വീണ്ടും ഇതുപോലെ കൊടുത്തിട്ട് ആ ഗ്യാപ്പിൽ നിന്ന് വീണ്ടും എടുത്തിട്ട്
ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു തിൻ കോട്ട് ക്രീം വേണമെങ്കിൽ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരുപാട് ക്രീമുള്ള പോലെ തോന്നും. കാരണം കേക്ക് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്കിൽ നമുക്കറിയാം ചില സമയത്ത് നിറയെ ക്രീം അടിച്ച് കയറ്റിയിട്ടുണ്ടാവും. നമുക്ക് ശരിക്കും മടുത്തു പോകും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഹോം ബേക്കേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ ക്രീമൊക്കെ കറക്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു അളവിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതാ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഒരു വര കൊടുത്ത് വീണ്ടും ആ എവിടെയാണോ ഗ്യാപ്പ് വന്നത് അവിടെ നിന്ന് വീണ്ടും ഇതുപോലെ ക്രോസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ എൻ പോർഷനിൽ നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുത്തിട്ട് പിന്നെ ആ ഗ്യാപ്പുകളിലോട്ട് നേരത്തെ തുടങ്ങിയ ആ സെൻറ്റർ പോർഷൻ തൊട്ട് നടുവിലത്തെ പോർഷൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകണം. ആ ഒരു വീവിങ് പാറ്റേൺ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം കേക്കിൽ ചെയ്യേണ്ട, വേറെ എവിടെയെങ്കിലും പുറത്ത് ഇതുപോലെ പ്ലേറ്റിലൊക്കെ വെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ആ കേക്കിൻ്റെ കളറൊക്കെ പുറത്തേക്ക് കാണാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയൊക്കെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫൈനൽ അതായത് ഏറ്റവും അവസാനം നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്താൽ മതി അവിടെ. അതായത് യെല്ലോ കളറാണ് നമ്മുടെ ബാസ്ക്കറ്റെങ്കിൽ ആ ഒരു ക്രീം അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. ഇനി ഞാൻ കുറച്ച് സിൽവർ പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ പേൾസ് ആണ്, അത് വെച്ച് കൊടുക്കുകയാണ്. നല്ല കളേഴ്സ്, വേറെ വല്ല കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി വലുതാണെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാവും. അപ്പോൾ ഫിനിഷിങ്, അതായത് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഷാർപ്പ് എഡ്ജസ് കിട്ടുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇനി കുറച്ച് യെല്ലോ ക്രീമിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂ കളർ ചേർത്തിട്ട്, ജെൽ കളർ ചേർത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലീവ്സ് വേണമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ കാണുമ്പോഴും ബ്ലൂ ആയിട്ട് തന്നെ കാണുന്നത് സത്യത്തിലൊരു ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഗ്രീൻ ലീഫിൻ്റെ നോസിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ സെറ്റ് ആവാനായിട്ട്. ഇനി ഇതിലേക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കളർ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് പിങ്കും ഒന്ന് ബ്ലൂവും. 2 നോസിൽസാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നോസിൽ ഏതാണെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതായത് ഈ 2 നോസിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. കുഞ്ഞിയ ഫ്ലവേഴ്സോ വലിയ ഫ്ലവേഴ്സോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്ത് വന്നപ്പോൾ 2 ഫ്ലവർ അടുപ്പിച്ച് വന്നിട്ടോ. അവർ കറക്റ്റായിട്ടൊരു മെഷർമെൻ്റ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം പിങ്കും അടുത്ത് വന്നു ചെയ്ത് വന്നപ്പോൾ. റോസെറ്റ്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഇനി ആ ബാസ്ക്കറ്റിൻ്റെയും ഫ്ലവറിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, വൈറ്റ് കളർ ക്രീം കാണാം. അവിടെ ഞാൻ ഇതേപോലെ ചെറിയ മഞ്ഞ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലീവ്സ് വെച്ച് കൊടുക്കാം. ഇത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലീഫിൻ്റെ നോസിലില്ല എങ്കിൽ കുഴപ്പമില്ല. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് അത് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ക്രീം വന്നോളൂ. ഇതിപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. കാരണം കളർ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ലൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചു എന്ന് മാത്രം. ഇനി ഞാൻ കുറച്ച് റെഡ് പേൾസ് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി പ്രൊഫഷണൽ ലുക്കോട് കൂടി നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.